വർഷങ്ങളുടെ ദാമ്പത്യം മിക്കവാറും അവസാനിപ്പിക്കുന്ന സീരിയൽ താരങ്ങളെക്കുറിച്ച് നമുക്കറിയാം. സിനിമാ താരങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാം. കാരണം ദിലീപ് തുടങ്ങിയ നിരവധി താരങ്ങൾ, ദിലീപ് ഉൾപ്പെടെയുള്ള പല താരങ്ങളും തങ്ങളുടെ ദാമ്പത്യ ജീവിതം വർഷങ്ങൾക്ക് ശേഷമാണ് അവസാനിപ്പിച്ചത്. 14 വർഷങ്ങൾക്ക് ശേഷമൊക്കെയാണ് മഞ്ജു വാര്യർ പിന്നെയും സിനിമയിലേക്ക് എത്തിയതൊക്കെ. അതുപോലെ സിനിമയിലും സീരിയലും എല്ലാം നമുക്ക് മുന്നിൽ തിളങ്ങുന്ന കപ്പിൾസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ മാതൃകാ ദമ്പതികളായിട്ടുള്ളവർ. അങ്ങനെയുള്ളവരാണ് മനു വർമ്മയും സിദ്ധു വർമ്മയും. ഇരുവരും സീരിയൽ ഫീൽഡിലും സിനിമാ ഫീൽഡിലുമൊക്കെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന താരങ്ങൾ തന്നെയാണ്. എന്നാൽ ഇവർ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്ന് സത്യം പറഞ്ഞാൽ ഒരു വിഭാഗം ജനങ്ങൾക്ക്, പ്രേക്ഷകർക്ക് അറിയില്ല എന്നതാണ് സത്യം. ഇവർ നെഗറ്റീവ് റോളുകളിലും പോസിറ്റീവ് റോളുകളിലും എല്ലാം എത്തിയിട്ടുണ്ട്. എന്നാൽ ഇവരുടെ ഈ കുടുംബജീവിതം എങ്ങനെയാണ്, ഇവരുടെ ഫാമിലി ലൈഫ് എങ്ങനെയാണ് എന്നൊക്കെ ആരാധകർക്ക് അറിയാൻ ആഗ്രഹമുണ്ടാകും. ഇവർ ഭാര്യയും ഭർത്താവുമാണ് എന്നറിഞ്ഞ് കുറച്ചു നാളുകൾ പിന്നിട്ടതേ ഉള്ളൂ അപ്പോഴേക്കും ഇവർ വിവാഹമോചിതരാകുന്നു എന്ന വാർത്തയാണ് എത്തിയത്. 25 വർഷത്തെ ദാമ്പത്യം അവസാനിപ്പിച്ചുകൊണ്ടാണ് ഇവർ പിരിയാൻ തീരുമാനിച്ചത്. സിന്ധു മനു വർമ്മ ദമ്പതികൾക്ക് 3 മക്കളാണുള്ളത്. മൂത്തയാൾ അമേരിക്കയിൽ എഞ്ചിനീയറാണ്. രണ്ടാമത്തെ ആൾ ബാംഗ്ലൂരും. സുഖമില്ലാത്ത മകളാണ് ഏറ്റവും ഇളയ കുട്ടി. മനുവും സിന്ധുവും വേർപിരിഞ്ഞതോടെ മകളുടെ സംരക്ഷണം സിന്ധുവിനാണ്. ഇരുവർക്കും കാത്തിരുന്ന് കിട്ടിയ പെൺകുഞ്ഞാണ് അത്. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. മകൾ അസുഖഭേദമായി സാധാരണ ജീവിതം നയിക്കുന്നത് കാണാൻ ഭാഗ്യമുണ്ടാകണമെന്ന പ്രാർത്ഥനയാണ് എപ്പോഴും ഇരുവർക്കും. മുൻപ് MG ശ്രീകുമാർ അവതാരകനായ ഒരു TV ഷോയിൽ അതിഥികളായി എത്തിയപ്പോൾ മകളുടെ അസുഖത്തെക്കുറിച്ചും ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും ഇരുവരും മനസ്സ് തുറന്നിരുന്നു. 2007 മകൾ പിറന്നത്. നമ്മുടെ എല്ലാവരുടെയും ബ്രെയിനിൽ ഒരു ഫ്ലൂയിഡ് കളക്ഷൻ ഉണ്ട്. ബ്രെയിനിനെ സംരക്ഷിക്കുന്ന ഫ്ലൂയിഡാണത്. അതെപ്പോഴും നമ്മുടെ തലച്ചോറിന് മുകളിലൂടെ റൊട്ടേറ്റ് ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. അത് അധികമാകുമ്പോൾ ശരീരത്തിലൂടെ തന്നെ പുറത്തേക്ക് പോകാനുള്ള ഓപ്ഷനുമുണ്ട്. മോൾക്ക് അതില്ല. അതാണ് പ്രധാന പ്രശ്നം. പ്രസവത്തിന് ഒരാഴ്ച മുൻപാണ് മകളുടെ ഈ അവസ്ഥയെക്കുറിച്ച് അറിയുന്നത്. അല്ലാതെ ഓട്ടിസം, സെറിബ്രൽ പാൾസി തുടങ്ങിയ അതുപോലുള്ള അസുഖങ്ങളൊന്നും കുഞ്ഞിനില്ല. അതുപോലുള്ള അവസ്ഥകളൊന്നുമില്ല. അങ്ങനെ ഒരു മെന്റൽ ഡിസീസും അല്ല അവൾക്ക്. ഏത് പ്രായത്തിലും ആർക്കും ഈ ഒരു അവസ്ഥ വരാം. ഫ്ലൂയിഡ് കളക്ഷൻ പുറത്തേക്ക് പോകാതെ വരുമ്പോൾ നമ്മുടെ തലയോട്ടി വലുതാകും. ജനിച്ച് 1 മാസം വരെ മോൾക്ക് പ്രശ്നങ്ങളില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ മുതൽ തല വലുതാകാൻ തുടങ്ങി. പിന്നീട് അതിനുള്ള ചികിത്സ ചെയ്തു. ഇപ്പോൾ ഡോക്ടർ പറയുന്നത് അവൾ എപ്പോൾ വേണമെങ്കിലും നോർമൽ ആകാമെന്നാണ്. അങ്ങനെ ഒരു പ്രതീക്ഷ ഡോക്ടർമാർ തന്നിട്ടുണ്ട്. മെന്റൽ റെസ്പോൺസ് അവളിൽ നിന്നും കിട്ടുന്നുണ്ട്. പാട്ടുകൾ അവൾക്ക് ഇഷ്ടമാണ്. കഴിവുകളുള്ള കുഞ്ഞാണ്. 16 വർഷമായി പബ്ലിക് ഇന്ററാക്ഷൻ അവൾക്ക് കൊടുക്കാറുണ്ട്. വീൽ ചെയറിലാണ് ഇപ്പോൾ. അവൾ സുന്ദരി കുട്ടിയാണ്. അവളെ കണ്ടാൽ നോർമൽ കുട്ടികളെ പോലെ തന്നെയാണ്. കുഞ്ഞിന്റെ ഈ അവസ്ഥ അറിഞ്ഞപ്പോൾ ഞാൻ ഡെസ്പായിരുന്നു. ഇങ്ങനെ ഒരു കുഞ്ഞ് ജീവിതത്തിൽ വന്നാൽ നമ്മുടെ ഫാമിലി മൊത്തത്തിൽ മാറും. 3-ാം മാസത്തിലായിരുന്നു കുഞ്ഞിന്റെ ആദ്യ സർജറി. ICU കണ്ടാൽ കൈയും കാലും വിറച്ചിരുന്ന ആളാണ് ഞാൻ. ഈ കുഞ്ഞിനെ കൊണ്ട് ഇന്ത്യയിലെ ഒരുപാട് ആശുപത്രികളിലേക്ക് താൻ പോയി. പുറം ലോകം കാണാതെ 3 മാസത്തോളം റൂമിനുള്ളിൽ മാത്രം ചിലവഴിച്ച സമയങ്ങളുണ്ട് എന്ന് സിന്ധു വർമ്മ പറയുന്നു. ഒരു പെൺകുഞ്ഞായതുകൊണ്ട് സ്വന്തം കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്കെങ്കിലും നമ്മുടെ കാലം കഴിയും മുമ്പ് അവൾ എത്തണമെന്ന ആഗ്രഹം ഞങ്ങൾക്കുണ്ട് എന്ന് മനു വർമ്മയും മകളെക്കുറിച്ച് അന്ന് സംസാരിക്കവേ പറഞ്ഞിരുന്നു. മകൾക്കൊപ്പമുള്ള വീഡിയോകളും ഫോട്ടോകളും സിന്ധു സോഷ്യൽ മീഡിയയിൽ പങ്കിടാറുണ്ട്. സിന്ധുവും മനുവും പ്രണയിച്ച് വിവാഹിതരായവരായിരുന്നു. മാതൃകാപരമായ ദാമ്പത്യ ജീവിതം നയിച്ചിരുന്നവർ. അതുകൊണ്ട് തന്നെ ഇരുവരും വേർപിരിയുന്നു എന്ന വാർത്ത പ്രേക്ഷകർക്കിടയിലും ഞെട്ടലുണ്ടാക്കി.